എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്, ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും 1 കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത് ഇത്രയും ഇട്ട് വഴറ്റുക. വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി മിക്സിയുടെ ജാറിൽ ഇട്ട് പൾസ് ചെയ്ത് എടുക്കുക. ഇനിയും കട്ട്ലറ്റ് മിക്സിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കുക. വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇറച്ചിക്കൂട്ടിലോട്ട് ഇട്ട് നന്നായി യോജിപ്പിക്കുക. ഇനിയും കട്ട്ലേറ്റിനുള്ള ഈ മിക്സ് തണുക്കാനായി മാറ്റിവെക്കുക. തണുത്തതിനു ശേഷം നന്നായി കുഴച്ച് എടുക്കുക. ഇനിയും നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഇനിയും കട്ട്ലേറ്റ് മിക്സ് കോട്ട് ചെയ്യുവാനുള്ള മുട്ട ബീറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയതിനു ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ രുചികരമായ കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞു.